ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അതായത് എൻ്റെ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണം. ഞങ്ങൾ ഒത്തിരി കാത്തിരുന്നൊരു കല്യാണമാണ് കേട്ടോ ഇത്. കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. നമ്മൾ ആ ഒരു ദിവസം അടുക്കും തോറും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മളെ റിലേറ്റീവ്സും കസിൻസും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടി കൂടുന്ന ഒരു അടിപൊളി ദിവസമായിരിക്കുമല്ലോ നമ്മളെ വീട്ടിലെ കല്യാണം എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കല്യാണമാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ലക്ഷറി കല്യാണമാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ നോർമൽ ഒരു കല്യാണം അത് എത്രത്തോളം നമ്മളെ കൊണ്ട് അടിപൊളിയാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ആയിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റാണ്. വലിയവരും കുട്ടികളും അതുപോലെ തന്നെ കസിൻസ് ബ്രദേഴ്സ് അങ്ങനെ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും ഒരു മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കല്യാണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ മൊത്തത്തിൽ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും ലെങ്തി ആയി പോകും. മാത്രമല്ല ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മാത്രമുണ്ട്. ഒന്നും തന്നെ നമുക്ക് അങ്ങനെ ഒഴിവാക്കി കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. ഡാൻസ് പഠിച്ചിക്കണ നിങ്ങള് സെറ്റാക്കൂലാണ്. നമ്മളെ സ്റ്റേജ് ഇവിടെ ഉണ്ട് കേട്ടോ, കാണൂല. ലൈറ്റ് ഇല്ല. ലൈറ്റ് ഉണ്ടോ? പൊളിച്ചെടുത്തിട്ട സ്റ്റേജ്. ഒരു തൽക്കാലം കുട്ടികൾ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും കൂടി നിന്നിട്ട് ഓരോ കല്യാണത്തിൻ്റെ ചർച്ചയിലാണ്. പിന്നെ ചെക്കനും അവൻ്റെ കൂട്ടുകാരും പിന്നെ അതുപോലെ തന്നെ ബ്രദേഴ്സ് എല്ലാവരും കൂടെ അവൻ്റെ റൂം ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ വൈഫൈ ഉണ്ട്. എവിടെങ്ങള് നമുക്ക് പിന്നെ ഉറപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. എത്താത് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയ സൗണ്ടാണത്. കറുപ്പ് പറഞ്ഞ് ചോപ്പ് ചാളും നല്ല മാച്ചാണ്. അത് പൊന്തിട്ടാണ്. കുഞ്ഞാവ് ഉദ്ഘാടിച്ചു. അത് പൊന്തട്ടട എന്നിട്ടാണ് ചാടല്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടിയിട്ട് വെളുത്തുള്ളിയൊക്കെ തൊലിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നൈബേഴ്സും കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി അറേഞ്ച് ചെയ്യാനുള്ളതിനെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് നൈബേഴ്സൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും കല്യാണത്തിന് അന്നത്തെ ദിവസത്തിനേക്കാളും ഏറ്റവും രസം തോന്നുന്നത് കല്യാണ തലേന്നൊക്കെ അല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണത്തിന് അന്നെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. ഗസ്റ്റ് കെയറിൽ അവരെ സ്വീകരിക്കൽ ഫുഡ് കൊടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് പോകും. പക്ഷെ തലേന്നിൻ്റെ ഒരു വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. അപ്പോൾ ഇതാ ഈവനിങ്ങിൽ എല്ലാവരും കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളെല്ലാവരും കൂടി അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അവർ ഓരോ കളികളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഗസ്റ്റ് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളിൽ കൂടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് എന്തായാലും അറിയിക്കുക കേട്ടോ. കാരണം ഓരോ കല്യാണങ്ങളും ഓരോ തരമാണ്. അപ്പോൾ നമ്മുടെ കല്യാണമാണ് ഞാൻ ഷെയർ ആക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിലെ ഫംഗ്ഷൻ കണ്ടിട്ട് ഇതുപോലെ ചെയ്യണം എന്നോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ സന്തോഷം എന്താ അത് നമ്മൾ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ കൂടുതൽ ബാഡ് കമൻറ്റ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോൻ്റെ താഴെ വരണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫങ്ഷൻസ് നമ്മളെല്ലാവരും ഒരുമിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരുടെയും മൈൻഡിൽ ഈ ഒരു സമയത്ത് ഹാപ്പി ആയിരിക്കും.
അപ്പോൾ ഈ ഒരു പൊന്നാട അണിയിക്കുന്നത് വേറെ ആരുമില്ല കേട്ടോ, നമ്മൾ അത്യാവശ്യം പാട്ട് പാടുന്ന ഒരാളാണ് അട്ടത്തോട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിക്കാക്കാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ കൂടെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഒരു തമാശ രീതിയിൽ എടുത്താൽ മതി. ഇത് നമ്മുടെ ആരിക്കാക്ക, പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ആരിക്കാക്കാൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയെന്നുള്ളത്. ഇതുപോലത്തെ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. വധു ഹമീദ എന്നിവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വൃത്തം വീട്ടിൽ ഫാമിലി സംഘടിപ്പിച്ചിട്ടുള്ള വിവാഹ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ചെക്കനിപ്പോൾ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോകാണ് കേട്ടോ. ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാമല്ലോ എന്ന് കരുതിയിട്ട്. കാരണം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പാട്ടിടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വൈബ് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും കൂടി ഇനിയിപ്പോൾ അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്.
ഗൈസ് ആത്മാർത്ഥമായി പണിയെടുത്ത രാവിലെ പുറപ്പെട്ടിങ്ങനെ ഇവിടെ എത്തണ്ടേ അതിലൊക്കെ ബ്ലോക്കല്ലേ. അതാ നിഹാദ് കൊളാക്കി. അതാ സിനുവിന്റെ ആൾക്കാർ എത്തിട്ടാ. ഇല്ലല്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും പന്തലിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഇവിടുത്തെ വീട്ടിൽ ഫാമിലി അറിയിക്കുന്നു. അട്ടത്തോട് അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന് വേദിയിൽ അരങ്ങേറുന്നതാണ്. മനോഹരമായ ഒരു ഗാനവുമായി വേദിയിലെത്തുന്നു. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ മൈക്ക് ഓപ്പറേറ്റർ അപ്പാച്ചി എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ആരിലും റഹ്മാനും റഹീമായ രസഗന്നിയേ ഭൂമിയെ ആരിലും ഭൂമിയെ ആകായ ഭൂമിയെ ആരിലും ഭൂമിയെ റഹ്മാനും റഹീമായ രസഗന്നിയെ ആകായ ഭൂമിയെ ആരിലും ഭൂമിയെ റഹ്മാനും റഹീമായ രസഗന്നി. ഞങ്ങളിനിപ്പോൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അവൾക്ക് നാളത്തേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം പോവുകയാണ്. ബാക്കിയുടെ വീട്ടിൽ ഫുഡ് കഴിക്കൽ ഒരു തലക്ക് നടക്കുന്നുണ്ട്. പിന്നെ പാട്ട് ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി ആവുന്നുണ്ട്. ഏതായാലും നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് സംസാരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മളതൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ നേരെ നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജും വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അത്രക്കും എല്ലാവരും കൂടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നായി. അപ്പോൾ ഏതായാലും ഇതാ നമ്മളിനിപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാം. ക്ലാസ് തന്നിട്ടാ അവിടെ ഫ്രണ്ട് ഡാൻസ് കണ്ടല്ല. ഇവിടെ
സ്വീകരിച്ച് ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കി തന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും എല്ലാവർക്കും ഈ കുടുംബത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ ഒത്തൊരുമയും സ്നേഹവും ആണ് എന്നും നിലനിൽക്കേണ്ടത്. ഉടയതമ്പുരാൻ ഇത് എന്നും നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. കുടുംബാംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മാനുവിന്റെ പ്രത്യേകമായ കറക്കൽ വിത്ത് മ്യൂസിക് ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ കൂടെ ഒരു ബോധക്കെട്ടയിലും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണമേ, ബെല്ലൈക്കൺ അമർത്തണമേ. ക്യാമറ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഐഫോൺ സീനോ. സൗണ്ട് പരിപാടിക്ക് ആവശ്യമായ ശബ്ദ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വേദി, ഈ മനോഹരമായ ദീപാലങ്കാരങ്ങൾ എല്ലാം ഒരുക്കി തന്ന നമ്മുടെ കുടുംബത്തിന്റെ ഇളയ കൺമണി അപ്പാച്ചിക്ക് എല്ലാവിധ കൃതജ്ഞതകളും നേരുന്നു. അന്തിച്ചുവപ്പിൻ ആഗമനവുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയെ രക്തപഞ്ചലമാക്കി കരിമ്പടം പുതക്കുമ്പോൾ 36 യൂറോ ഇറ്റാലിയൻ ലാമ്പിന്റെ വെള്ളി വെളിച്ചത്തിൽ വീടിനെ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നത് MK ഇവന്റ്സിനെ എന്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും ഏട്ടൻ ബാബുവിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഞാനാരോ പൊട്ടനാന്ന് ഞാനാരോ പൊട്ടനാ. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് ഒരാഴ്ചയായി നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഈ വീടുകളിൽ ഒത്തുവരുമിക്കുകയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും വരാതെ കൃത്യം കല്യാണ തലേന്ന് വന്ന് മറ്റുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ നമ്മുടെ പരിപാടിയെ വിജയമാക്കി തന്ന നമ്മുടെ സ്വന്തം വയസ്സിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവിടെ ചരിത്രം വഴിമാറി കല്യാണ വീടുകളിൽ കിട്ടാക്കനിയായ പലപ്പോഴും പല പരിപാടികളിലും നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ രസിത്താത്ത ഈ പരിപാടിക്ക് 3 ദിവസം മുന്നേ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോ ഉമ്മ ഓട്ടോറിക്ഷയ്ക്ക് ബുക്ക് ചെയ്തു. വല്യമ്മക്ക് എന്തേ പറ്റിയതാണോ അല്ലെങ്കിൽ റസിയാത്താക്ക് എന്തേ പറ്റിയതാണോ എന്നറിയാതെ എന്തായാലും റസിയാത്താക്ക് കുടുംബത്തിന്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരത്തിൽ നേരത്തെ വരാനും പരിപാടി ഭംഗിയാക്കാനും നാഥൻ റസിയാത്താക്ക് ആയുസ്സും ആരോഗ്യവും മനസ്സും അതുപോലെ തന്നെ അളിയന് മനസ്സും നൽകണമേ എന്ന് ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുടുംബക്കാരനവർ, കാക്ക, ബാവ, കുഞ്ഞാവ, നമ്മുടെ അമ്മായിമാർ, മറ്റ് എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആവശ്യമായ സ്റ്റേജ്, ലൈറ്റ്, ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന MK ഇവന്റ്സിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രത്തോളം ഗംഭീരമാക്കാൻ തന്റെ ആയുസ്സും ആരോഗ്യവും ചെലവഴിച്ച്
അഹോരാത്രം ഇവിടെ പണിയെടുത്ത നമ്മുടെ കുടുംബത്തിന്റെ കണ്ണിനുള്ളിൽ ഈ കുടുംബത്തിലെ മെയിൻ അനസിന് ഈ കുടുംബത്തിന്റെ പേരിൽ വ്യക്തിഗതമായ പേരിൽ നന്ദികൾ അറിയിക്കുന്നു. അവസാനമായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ചെന്നൈ വ്യവസായ വ്യാപാരി സംഘത്തിന്റെ മുതലമേച്ചർ കുഞ്ഞാവയെ ക്ഷണിക്കുന്നു. സിംഗിളാതാവാറ് ഒരു മെസ്സേജ് ഉണ്ട്. ഈ വീട് ഇത്രയും ഭംഗിയായി വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് ലഭിച്ചത്. പെട്ടെന്നുണ്ടായ കല്യാണം ആയതുകൊണ്ട് അലങ്കാര പണികളും മറ്റുള്ള പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതും സമയക്കുറവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി നമ്മുടെ വീട് അലങ്കരിക്കാനും മറ്റ് ഇലക്ട്രിക്കൽ വർക്കുകൾക്കെല്ലാം അഹോരാത്രം പണിയെടുത്ത നമ്മുടെ മുത്തുകാക്കാക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. തൊഴിൽ ഗുരുവും അതുപോലെ വഴികാട്ടിയും കൂടിയാണ് നമ്മുടെ മുത്തുകാക്ക. നമ്മുടെ കുടുംബത്തിന്റെ മെയിൻ ഞാൻ കഴിഞ്ഞ പിന്നുള്ള മെയിൻ മുത്തുകാക്കാക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനി ഈ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ പെരീക്ക് പോവാൻ വണ്ടി ഇല്ലാത്തത് കൊണ്ടും ചാവി ആഴ്ചാക്കാന്റെ കയ്യിലായത് കൊണ്ടും നമ്മുടെ പരിപാടിക്ക് വേണ്ടി തലേന്ന് തന്നെ ചെന്നൈയിൽ നിന്നും ടിക്കറ്റ് എല്ലാം എടുത്തു വന്ന, അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ മനോഹരമായ ഒരു ഗ്രൂപ്പ് ഡാൻസ് കാഴ്ചവെച്ച ആരിസാക്കാക്കും അതുപോലെ തന്നെ ഉവൈസിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. തൃപ്തിയായില്ല. ിക്കാൻ പറ്റൂല. ഇവിടെയുള്ള ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്ത നമ്മുടെ കുഞ്ഞുട്ടി അതുപോലെ തന്നെ നമ്മുടെ ബാവ എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമയക്കുറവും ഞങ്ങൾക്ക് എല്ലാവരും ചോദിക്കുക പൈസ തരൂ. മുട്ടായി കുട്ടികളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അറിയിക്കുന്നു. നിറഞ്ഞ കൈകളൊട്ടികളെ സ്വീകരിക്കാം. അണ്ണൻ തവി
ഏകദേശം 2 മണി ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ പാട്ടും ഡാൻസൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ളത്. പിന്നെയും ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് രാവിലെ നിൽക്കാനെ പോകാനുള്ളതിനെ കൊണ്ട് കുറച്ചെങ്കിലും ഉറങ്ങണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് നമ്മുടെ കല്യാണ തലേന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാക്കി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത പാട്ടിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.